നെന്മാറ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നെന്മാറ NSS കോളേജിലാണ് ബോധവൽക്കരണ ക്ലാസ് നടന്നത്. മാനസികാരോഗ്യവും ക്ഷേമവും എന്ന വിഷയത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. നിയമവശങ്ങളെക്കുറിച്ചും ക്ലാസ് നൽകി. നർക്കോട്ടിക് സെൽ ASI കൃഷ്ണപ്രിയ, നെന്മാറ ജനമൈത്രി ബീറ്റ് ഓഫീസറും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇൻചാർജുമായ അനൂപ് എന്നിവരാണ് ക്ലാസ് നയിച്ചത്. ഒരുപാട് നൂറുകണക്കിന് അമെന്റ്മെന്റുകളാണ് നമ്മുടെ IPC വന്നത്. അതൊന്നും മതിയാവാതായപ്പോഴാണ് പ്രത്യേകം ഓരോന്നിനും പ്രത്യേകം സ്പെഷ്യൽ ലോക്കൽ ലോസ് വരാൻ തുടങ്ങി. ഇപ്പൊ ഫോറസ്റ്റിന് സ്പെഷ്യൽ ലോക്കൽ ലോസ് ഉണ്ട്, നാർക്കോട്ടിക്കിന് പ്രത്യേകം സ്പെഷ്യൽ ലോക്കൽ ലോസ് ഉണ്ട്, ഫോറസ്റ്റിന് പ്രത്യേക നിയമമുണ്ട്, അബ്കാരി കേസിന് പ്രത്യേക നിയമമുണ്ട്, കുട്ടികൾക്ക് പ്രത്യേക നിയമം വന്നു. അതേതാണ്? കുട്ടികൾക്ക് വന്ന പ്രത്യേക നിയമം വന്നത് ഏതാണ്? പോക്സോ. ഏത് വർഷം വന്നു? 2012 കുട്ടികളുടെ ദിവസം നവംബർ 14-നാണ് പോക്സോ നിയമം നിലവിൽ വന്നത്. അങ്ങനെ KPACT ഉണ്ടെങ്കിൽ ഒരുപാട് സ്പെഷ്യൽ ലോക്കൽ ലോസ് നമുക്ക് വന്നിട്ടുണ്ട്. ധാരാളം അമെന്റ്മെന്റുകളും വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് എന്ത് തരത്തിലുള്ള അമെന്റ്മെന്റ് വന്നിട്ടും കുട്ടികളുടെ കാര്യത്തിന് മതിയാവുന്നില്ല. അവരിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും. രക്ഷിതാക്കളുടെ ജോലി കഴിഞ്ഞ് കുട്ടികളോട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ, ചൂണ്ടിക്കാണിക്കാതെ, അല്ലെങ്കിൽ കോളേജിൽ കലാലയത്തിൽ വരുന്ന സമയത്ത് തന്നെ അവരുടെ മാനസികാവസ്ഥ ഒന്ന് തുറന്നു പറയാതെ അധ്യാപകരുടെ താഴെ വീട്ടിലായാലും അത് എത്തിച്ചേരുന്നത് വലിയൊരു അപകടങ്ങളിലേക്ക് എന്നാണ് എത്തിച്ചേരുന്നത്. എന്താ വെച്ചാൽ നമ്മള് പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിയിട്ടാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. നിരവധി പോലീസിനെ നമ്മളെ കേസിൽ പലതും എടുത്തു നോക്കിയാൽ സൂയിസൈഡ് ആണെങ്കിലും മറ്റു ചില അറ്റംപ്റ്റിലേക്ക് എത്തിച്ചാടി പോയാലും നമുക്ക് അന്വേഷണത്തിലാണ് ഈ സംഭവം അറിയുക. ആരോട് തുറന്നു പറയാതെ ആ മനസ്സിന്റെ അകത്ത് കൊണ്ട് തന്നെ ഹൃദയം പൊട്ടി പറയാൻ, ആരോടെങ്കിലും തുറന്നു പറയണം, പക്ഷെ ആരോടാണ് വിശ്വസിച്ച് പറയാൻ പറ്റുക എന്ന് വേവലാതി കൊണ്ട് നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള സമൂഹം നമ്മുടെ അടുത്തുണ്ട്. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടിയും നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശാലിനി അധ്യക്ഷയായി. CPG കോർഡിനേറ്റർ ശാന്തിപ്രിയ, കൗൺസിലിംഗ് സെൽ മെമ്പർ ഡോക്ടർ രേഖ, ദീപ്തി, രഞ്ജിനി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൗൺസിലിംഗ് സെൽ കോർഡിനേറ്റർ ശ്യാമള സ്വാഗതവും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.